കാത്തിരിപ്പിന് വിരാമമിട്ട് IPL 2025 സീസൺ ഇന്ന് ആരംഭിക്കാൻ പോവുകയാണ്. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കരുത്തരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെയാണ് നേരിടുക. ആവേശകരമായ പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. മെഗാ ലേലത്തിനു ശേഷം നടക്കുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ ടീമുകളിൽ ഉണ്ടായിട്ടുമുണ്ട്. ഇതെല്ലാം ഈ സീസണെ കൂടുതൽ ആവേശകരമാക്കുന്നു. എന്നാൽ IPLിലെ ആവേശ ഉദ്ഘാടന മത്സരത്തിന് കടുത്ത ഭീഷണിയാവുകയാണ് മഴമേഘങ്ങൾ. നിലവിലെ കൊൽക്കത്തയിലെ കാലാവസ്ഥാ റിപ്പോർട്ട് മത്സരം നടക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ മഴയാണ് കൊൽക്കത്തയിലുള്ളത്. വരുന്ന ദിവസങ്ങളിലും മഴ ആവർത്തിക്കുമെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ട്. ഇന്ന് വൈകിട്ട് കൊൽക്കത്തയിൽ ശക്തമായ മഴയും കാറ്റും പ്രവചിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഉദ്ഘാടന മത്സരം തന്നെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത്. ഉദ്ഘാടന മത്സരം മഴ മൂലം ഉപേക്ഷിച്ചാൽ പകരം റിസർവ് ഡേ ഉണ്ടോ, അതോ പോയിന്റ് പങ്കിടുമോ? നമുക്കൊന്ന് പരിശോധിക്കാം. ഉദ്ഘാടന മത്സരം മഴ മൂലം ഉപേക്ഷിച്ചാൽ റിസർവ് ഡേ ഉണ്ടായിരിക്കില്ല. 1 മണിക്കൂർ വൈകിയെങ്കിലും മത്സരം ആരംഭിക്കാനായാൽ മത്സരം പൂർണ്ണമായും നടത്തുവാൻ സാധിക്കും. ഇതിനുശേഷം വൈകുന്നതിനനുസരിച്ച് ഓവറുകൾ വെട്ടിക്കുറയ്ക്കേണ്ടതായി വരും. 5 ഓവറെങ്കിലും കളി നടത്താൻ സാധിക്കുമോ എന്ന് പരിശോധിക്കും. ഇതിനും സാധിക്കാത്ത പക്ഷം മത്സരം ഉപേക്ഷിക്കും. ഓരോ പോയിന്റ് വീതം ഇരു ടീമും പങ്കിടുകയാണ് ചെയ്യാറുള്ളത്. റിസർവ് ഡേ പ്ലേ ഓഫിനും ഫൈനലിലും മാത്രമായിരിക്കും ഉണ്ടാവുക. വൈകിട്ട് ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും മത്സരം നടത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. ഇന്നലെയും കൊൽക്കത്തയിൽ മഴ പെയ്തെങ്കിലും ഇതിനുശേഷവും ഇവിടെ പരിശീലനം നടത്തുവാൻ താരങ്ങൾക്ക് സാധിച്ചിരുന്നു. പിച്ചിലേക്ക് വെള്ളം വരാതെ പൂർണ്ണമായും കവർ ചെയ്തിട്ടിരുന്നു. കൂടാതെ ഈർപ്പം പെട്ടെന്ന് വലിച്ചെടുത്ത് കളയാനും സംവിധാനമുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ മത്സരം നടത്താവുന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ഉദ്ഘാടന മത്സരം നടക്കാതെ പോയാൽ അത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായിരിക്കും വലിയ തിരിച്ചടിയാവുക. കാരണം മത്സരം നടക്കുന്നത് കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ടിലാണ്. സ്വന്തം തട്ടകത്തിൽ ജയിച്ച് നിർണായകമായ 2 പോയിന്റ് നേടാനുള്ള അവസരമാണ് KKRന് നഷ്ടമാവുക. നിലവിലെ ചാമ്പ്യന്മാരായ KKR വലിയ മാറ്റങ്ങളുമായിട്ടാണ് ഇത്തവണ വരുന്നത് തന്നെ. കപ്പടിച്ച നായകനായ ശ്രേയസ് അയ്യരെ തന്നെ ടീം ഒഴിവാക്കുകയും ചെയ്തു. പകരം സീനിയർ താരം അജിങ്ക്യ രഹാനെയെ നായകനാക്കിയാണ് KKR വരുന്നത്. ബൌളിംഗ് നിരയിലും ബാറ്റിംഗ് നിരയിലും വലിയ അഴിച്ചുപണി നടത്തിയിട്ടുണ്ട്. KKRന്റെ ഇത്തവണത്തെ പ്രകടനം എങ്ങനെയാവുമെന്നറിയുവാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ടീമിന് വലിയ തിരിച്ചടിയായി മഴയെത്തുന്നത്. മത്സരം നടക്കാതെ പോയാൽ അത് വലിയ നിരാശയായിട്ട് തന്നെ മാറും. ഉദ്ഘാടന മത്സരം തന്നെ കുളമാവുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഇനി RCBയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇത്തവണയെങ്കിലും കിരീടം നേടാമെന്ന വലിയ പ്രതീക്ഷയോടുകൂടിയാണ് RCBയുടെ വരവ്. രജിത് പട്ടിദാർ നയിക്കുന്ന RCB താരസമ്പന്നമാണ്. മുഹമ്മദ് സിറാജിനെ അടക്കം പുറത്താക്കി സന്തുലിതമായ ടീമിനെ സൃഷ്ടിക്കാൻ ഇപ്പോൾ RCBക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ ടീമിന്റെ പ്രകടനം കളത്തിൽ എങ്ങനെയാവുമെന്നതാണ് ഇനി കണ്ടറിയേണ്ട ഒരു കാര്യം. വിരാട് കോഹ്ലിയുടെ പ്രകടനത്തിലേക്കും എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ RCBയുടെ ആദ്യ മത്സരം മഴ കൊണ്ടുപോയാൽ ആരാധകർക്ക് അത് കടുത്ത നിരാശയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്.